നമ്മളെ താനൂര് മണ്ഡലത്തിൽ മുഹമ്മദ് സമീർ ടി അതുപോലെ തന്നെ PK നവാസ് ഇവരിൽ ആർക്കാണ് ഭൂരിപക്ഷ അഭിപ്രായം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ ആര് ഭരണത്തിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇടതുപക്ഷം വരണം. സിമർ ജയിക്കണം. UDF ജയിക്കുന്നതാണ് എന്റെ തോന്നല്. PK നവാസ് ഉറപ്പാണ്. ഇവിടെ അബ്ദുറഹ്മാന്റെ വികസനം 10 വർഷം നല്ല വികസനം ഉണ്ടായിരുന്നു. അതിന്റെ പിന്തുടർച്ച താനൂർ നിയോജകമണ്ഡലം ജനങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സമീറിനെ വിജയിപ്പിക്കുക, അത്രേ പറയുന്നുള്ളൂ. സമീർ ജയിക്കണം എന്നാണ് നമ്മുടെ അങ്ങനെ ആര് വന്നാലും കുഴപ്പമില്ല. PK നവാസ് വരും. PK നവാസ് ജയിക്കാനാണ് സാധ്യത. ഇവിടെ LDF വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ LDF ഭരിക്കണം, ഞങ്ങളുടെ നാട്ടിൽ നന്നാവുള്ളൂ. തൊഴിലാളികൾ പണിക്ക് പോകാതെ കുറച്ച് ദിവസങ്ങൾ ഇരുന്നിരുന്നു. ഈ കടൽക്ഷോഭം കാറ്റുമായൊക്കെ ഞങ്ങൾക്ക് 3800 രൂപ ഈ ക്ഷേമനിധി ബോർഡ് ഞങ്ങൾക്ക് അനുവദിച്ചു. എല്ലാവരുടെ ബുക്കിലാണ് പൈസ കയറി. ഇതൊക്കെ UDFന്റെ ഭരണത്തിൽ ആ വാഗ്ദാനങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇതൊന്നും കിട്ടിയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ LDF സർക്കാർ തന്നെ ഭരണത്തിൽ വരണം. കാരണം വി അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ വന്നുകൊണ്ടാണ് ഇപ്പോൾ 150 കുടുംബം ഞങ്ങളിവിടെ ജോലി എടുത്ത് ജീവിക്കുന്നുണ്ട്. ഈ ബീച്ചിൽ പൊണ്യാലി സ്റ്റേഡിയം, അപ്പുറത്തെ ഫിഷറീസ് ഇതുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലായാലും കുടിവെള്ളമായാലും ഒക്കെ മാറ്റണം. റോഡൊക്കെ നോക്കി നിങ്ങൾ നല്ല അടിച്ചപ്പോൾ റോഡാണ് ഇവിടെ ഉള്ളത്. ഉണ്ണിയാലൊക്കെ ഉള്ള ബീച്ചിൽ കൂടെ റോഡൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ 60 കൊല്ലം ഇവിടെ ഭരിച്ചിട്ട് ലീഗ് ഭരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ എന്ത് വികസനം ഉണ്ടായി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് നമ്മുടെ താനൂർ മണ്ഡലത്തിൽ വികസനങ്ങൾ ഇല്ലാത്ത സ്ഥലമില്ല. അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ പട്ടിണില്ല, എല്ലാ വീട്ടിലും പെൻഷൻ 2500, രണ്ടാൾ വീട്ടിലുണ്ടെങ്കിൽ 5000 രൂപയായി. അപ്പോൾ ആ കാലങ്ങളും ആ ഇതെല്ലാം നോക്കുമ്പോൾ LDF തന്നെ തുടർഭരണം വരണം. അപ്പൊ താനൂർ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത് ഇടതുപക്ഷം ജയിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക.